ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളൊരു പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ പാമ്പിനെ പിടിക്കാൻ പോകുന്നു. പാമ്പിനെ പിടിക്കാൻ പോവാ. ബേസിക്കലി ഞങ്ങൾക്ക് രണ്ടാൾക്കും പാമ്പിനെ പേടിയാ, പക്ഷേ ഞങ്ങൾ പിടിക്കും. ജമുനക്കാലും പേടിയാ എനിക്ക്. അപ്പോൾ ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരാളിവിടെ പേടിച്ച് വരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുക. പാമ്പ് നമുക്ക് എല്ലാം ശരിയാക്കാം. ഇന്ന് മാണിന്റെ കഴുത്തിൽ കൂടെയൊക്കെ നമ്മൾ പാമ്പിട്ടിട്ട് തകർത്തു. അപ്പോൾ ഇതാണ് എക്സോട്ടിക് പെറ്റ് ഷോപ്പ്. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ വലിയ മീന്, വലിയ മക്കാവു. വിചാരിച്ചിപ്പൻ്റെ കൈ കടിക്കുമായിരിക്കും. എന്ത് സൗണ്ടല്ലേ ഇതിന്? ഞാൻ കൊത്തിയത് തന്നെ. റൈനോ ഇഗ്വാന. ഇതിനെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, അങ്ങനെയാണോ? ഇതിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റുന്നത് ഇറങ്ങത്തില്ല. ഇവര് ഓടി കളിച്ച് മാളു പാമ്പ് പാമ്പ് പാ. പാമ്പിനെ പേടിച്ചിരിക്കുക. ഇവിടെയാണ് സ്നേക്കിന്റെ സെക്ഷൻസ്. ഇത് ഫീഡ് എന്തോ ചെയ്യുന്നത്? ഇതിനിപ്പോ റേറ്റ് കൊടുക്കണം, വലിയ റേറ്റ് കൊടുക്കും, ഗിനിപ്പിക്ക് കൊടുക്കും, മുയലിന് ചെറിയ കുഞ്ഞു കൊടുക്കും. അത് മാക്സിമം ഒരു 5 to 6 അടി നീളം മാത്രമേ വരുള്ളൂ. പെരുമ്പാമ്പിൽ ഏറ്റവും ചെറുതാണ്. ചെറിയ ടൈപ്പ്. ഫ്രീ ആയിട്ടല്ലേ, ചൈറ്റ് ചെയ്യണ്ട, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും, വേറെ ഉപദ്രവിക്കില്ല. കൊള്ളാൻ കേട്ടോ, തൊട്ട് നൈസാ. വേറൊരു സമയം ഇങ്ങനെ പാമ്പഴല്ലേ കയറുന്നല്ലേ? ഒന്നും തോന്നുന്നില്ലേ? ചിരിച്ചോണ്ടിരിക്കണല്ലോ. അതോ മനസ്സിൽ പേടിച്ചിട്ട് തിരിച്ചോണ്ടിരിക്കണോ? അല്ലേ ഇത് പെറ്റായിട്ടൊക്കെ വളർത്താനായിട്ട്? അയ്യോ, എന്നെ നോക്കണത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് വീട്ടിലേക്ക് മേടിച്ച് വളർത്താം പെറ്റായിട്ട്. നല്ല ത്രില്ലില് ബിയേർഡ് ഡ്രാഗൺ ആണ്, നമ്മുടെ പള്ളിയുടെ ഇനത്തിലുള്ളതാണ്. ഡെസർട്ടിലെ കൂടുതൽ കണ്ടുവരുന്ന ഓസ്ട്രേലിയൻ സ്വദേശിയാണ്. ഇത് ഇഗ്വാനല്ലേ? ഇഗ്വാനല്ലേ? അല്ല, ഇത് ലിസാഡിന്റെ വേറൊരു ഇനമാണ് കേട്ടോ. അള്ളി പിടിക്കുന്നുണ്ടോ? അള്ളി പിടിക്കുന്നുണ്ട്. ലിസാഡിന്റെ വേറെ തന്നെ, അത് ഓസ്ട്രേലിയൻ ബ്രീഡാണ്. കാണാൻ നല്ല രസമുണ്ടല്ലേ ഇത്? നമ്മളെല്ലാം കാണാൻ രസമാണ്. എനിക്കിവിടെ ഇറങ്ങി ഓടിക്കാൻ. ഇതിനെങ്ങനെ മാണം എടുത്തില്ലെങ്കിൽ സൽക്കാട്ട എന്നാ പേര് പറഞ്ഞേ. സൽക്കാട്ട ലോകത്തിലെ വലിപ്പത്തില് 3ാം സ്ഥാനത്താണ്. ഇത് കുഞ്ഞാണ്, വളരുമ്പോഴേക്കും 350 to 400 വർഷം ആയി. കുഞ്ഞു ബേബി ട്രെയിനായി വരുന്നതേ ഉള്ളൂ. വലുത് കിടപ്പുണ്ട്. ഓട്ടം അവൻ കയ്യിലെടുക്കാൻ കുഴപ്പമില്ല. ഗ്രീന് വലുത് കിടപ്പുണ്ട്. അത് ബ്ലാക്കിംഗ് സ്നേക്ക് എന്ന് പറയും. അതിൻ്റെ തന്നെ ആൻഗ്ലോ ബ്രൂക്കാണ്. ഇതൊരു പ്രത്യേകത ഹൈപ്പർ ആക്റ്റീവാണ്. രണ്ടും തന്നെ അത് ഫീഡ് എടുത്തുകൊണ്ടാണ് ഒരു മന്ദതയെ കിടക്കുന്നത്. കയ്യിലെ കഴിക്കില്ല, അടങ്ങിയിരിക്കില്ല. ഏരോണ്ടില്ല, എപ്പോഴും മൂവ് ചെയ്തിട്ട് ഭയങ്കര സോഫ്റ്റാണ്. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു പെറ്റായിട്ട്. ഗ്രോത്ത് ആവുന്നതനുസരിച്ചിട്ട് അവിടെ പുറത്തുള്ള തൊലി പൊളിച്ച് മാറ്റും. ഇത് ഗ്രോത്ത് ആവുന്നതനുസരിച്ച് ഇതിന്റെ പുറത്തുള്ള തൊലിയാണ് ഇതിങ്ങനെ ഇളകി വരും. ഒരു മാസം 40 ദിവസം കൂടുമ്പോൾ അതിന്റെ ഗ്രോത്ത് അനുസരിച്ചിട്ട്
കളഞ്ഞിട്ട് പുറത്തുള്ള തൊലി അതെല്ലാ പാമ്പിനാണ്. എല്ലാ പാമ്പിനും ഉണ്ട്. ആ ഒരു സമയം ഫുള്ള് റെസ്റ്റാണ്. ഡ്യൂസ്റ്റിക് ബാൽ പൈത്തൺ നല്ല രസമാട്ടോ. ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. നല്ല സോഫ്റ്റാണ്. തൊട്ട് വയ്ക്കുക, തൊട്ട് വയ്ക്കുക. ചെടി ഉടനെ ഉണ്ടാവും. ഇതെന്താണ് പേര് ഇതിന്റെ? ആംബിനോ ക്യാൻഡി ബോൾ പിതണി വരണം. ഇതിന്റെ ആ ശരി. നല്ല രസമാണ്, ക്യൂട്ടാണോട്. ഒരെണ്ണം എടുത്തേ, ഒന്നെടുത്തേ. വേണ്ട, വേണ്ട. അതിനെ എടുത്തേ, അത് നല്ല രസമാണ്. നല്ല സോഫ്റ്റ് തൊട്ട് നോക്കിയാ മതി. കണ്ടാ? ആ ഒന്നും ചെയ്തില്ല, അത് ഞാൻ എടുക്കുന്നില്ല. നല്ല സോഫ്റ്റ്. കഴുത്തിലിട്ടണം. എന്റെ കുറെ നാളത്തെ ആഗ്രഹം ഇങ്ങനെ ശിവനെ പോലെ ഇങ്ങനെ കഴുത്തിട്ടിട്ട്. എന്റെ കുറെ നാളത്തെ ആഗ്രഹം ഇങ്ങനെ പാമ്പിനെ എടുത്ത് കഴിക്കുന്നത്. തല എന്ത് ചെയ്യും? ബാക്കില് ആ കാലായിട്ട് നല്ല രസമുണ്ട്. ഇതിനേക്കാളും സോഫ്റ്റ് ആണ് മറ്റൊന്ന്. എന്റെ കഴുത്തിലൊക്കെ ചെറിയ മാളു നീ വന്നേ. മാളു അതെ പേടിച്ചിറങ്ങിപ്പോയി. ഞാൻ തൊട്ടെ തൊട്ടെ, അത് ഇറക്കുന്നുണ്ട്. പയ്യെ പതുക്കെ പയ്യെ ഒന്ന് തൊട്ടെ. അപ്പൊ നമ്മൾ പിന്മാറിയിരിക്കുന്നു. ഷെഡിങ് ടൈമാണ് അവർ. അതാണ് അവർ. ഭയങ്കര ക്യൂട്ടല്ലേ ഇതൊക്കെ. കുഞ്ഞിനെ എടുത്ത് വെച്ചിരിക്കുമ്പോ പക്ഷെ ഇത് ഇങ്ങനെ നാഹമൊക്കെ കയറി കൊള്ളുമ്പോഴേ നല്ല വേദന എടുക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ മുള്ളൊക്കെയാ തട്ടിയൊക്കെ ആവശ്യം. വേദനിക്കൊന്നും അറിയാൻ. ശരിക്കും ഇത് നമ്മള് മുള്ളു പോലെ ഇരിക്കുന്നേ ഉള്ളൂ, പക്ഷെ അത് വലിയ കാണാൻ പറ്റുന്നുണ്ടെന്ന്. അത് മുള്ളല്ല. ഇതും വേണോ ജോ മണ്ണ് വളർത്താൻ? എനിക്ക് ഇത് താല്പര്യം. എനിക്ക് പാമ്പിനെ വളർത്തിയാൽ കൊള്ളാന്ന്. നല്ല രസമുണ്ട്. ഇവിടെ വേറൊരു ഇഗ്വാനയും കൂടെ ഉണ്ട്, ഗ്രീൻ ഇഗ്വാന. ഇതിനേക്കാളും നല്ല ഗ്രീൻ ആവും. അതിപ്പോൾ ഷെഡിങ് ടൈം ആയതുകൊണ്ട് കുറച്ച് ആ കളറായി. കൊള്ളാമല്ലേ ഇഗ്വാന? അർജന്റീന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകും. ഇതാണ് അർജന്റീനൻ ടീം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീം. ഭയങ്കര രസമാണ് ഇതൊക്കെ. ഇങ്ങനെ അഗ്രസീവ് ആണ്. അല്ല അല്ല, ടേംഡാണ്. അഗ്രസീവ് ആണെങ്കിൽ എപ്പോഴേ പോയാൽ കയ്യിൽ നിന്ന്. അല്ല, ട്രെയിൻ ചെയ്തുകൊണ്ടാണ് അഗ്രസീവ് അല്ല. ട്രെയിൻ ചെയ്തുകൊണ്ട് അഗ്രസീവ് അല്ല. അല്ല അല്ലെങ്കിൽ ആണ്. പെറ്റാണ്. കുറച്ച് ഇത്ര നേരത്തെ കയ്യിലേക്ക് ഇരുന്നു. വളരെ എല്ലാത്തിനും പേടിയാ. പാമ്പിനെ പോയിട്ട് നാക്കടുത്തെ ആ അമ്മിനെ കാട്ടുന്നതാണ്. അവനാണെങ്കിൽ കൈയൊക്കെ വിരിയിടാ വരെ എല്ലാത്തിനും എടുക്കാനായിട്ട്. ഇതാണ് പെരറ്റ്. പുള്ളിക്കാരൻ 21 മണിക്കൂർ ഉറങ്ങുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വാ വാ ഓ കുറേ കയ്യിൽ കോട്ടോ അവിടുന്ന് കഷ്ടപ്പാടല്ലേ എണീറ്റിരിക്കാൻ. അങ്ങനെ മാളും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടൊരു സംഭവത്തിനെ എടുത്തിട്ടുണ്ട്. അയ്യോ ആമ എടുത്തു. ഇതേ പോകുന്നു. മാളുവിനെ മതിയായി. അത് ഉറന്നിരിക്കുന്നു. എന്റെ കയ്യിലൊന്ന് ഇനി ഉറങ്ങണ്ട. ഇനി എനിക്ക് ഉറങ്ങണ്ട, മതി. തന്നെയാണ് ഇഷ്ടപ്പെട്ടേട്ടാ. അത് അനിമൽസിനായിട്ട് ഇറങ്ങിയ ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഇഷ്ടം. നല്ല രസമാട്ടോ. അത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്.
അതെ ഒരാളെ കാണിച്ചു തരാം കേട്ടോ. മോഹം കൊണ്ട് അതിൻ്റെ ബാക്കിയകത്ത് വെച്ച് കൊടുക്കാതെ. അകത്തൊരാളുണ്ട് കേട്ടോ, ഇവനെക്കാളും വലിയൊരാൾ. എന്താ കണ്ടോ? പട്ടിയായിട്ട് കൂട്ടാക്കി നമുക്കിവിടെ നിർത്തിയിട്ട് വരാം. ചുമന ഇവിടെ നിർത്തിയിട്ട് നമ്മൾ ഞാൻ പോട്ടെ. ഇത് കുതിരയല്ലേ, പട്ടി എടുത്തിട്ട് കുതിരയായിട്ടൊക്കെ കിട്ടും. മണിക്കൂർ ഉറങ്ങുന്ന ആളല്ലേ, എങ്ങനെ എണീറ്റിരിക്കുന്നത്? ഉറങ്ങിക്കോ. അപ്പോൾ അമേരിക്കൻ സിൽക്ക്, ഇതാണ് സിൽക്കി കോഴി. ഈ സുനാമിയൊക്കെ വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ കഴിവുള്ളൊരു കോഴിയുണ്ട് കേട്ടോ ഇവിടെ. ഇത് ഈ കോഴിയുണ്ടോ? ഈ സുനാമി അല്ല, എർക്കേക്കോ സുനാമി എന്ത് വന്നാലും ഇതിന് പെട്ടെന്ന് അറിയാൻ പറ്റും. അതായത് വരുന്നതിന് മുമ്പ്. അപ്പോൾ അതൊരു ശബ്ദം പുറപ്പെടുവിച്ച് അലേർട്ട് തരും നമുക്കൊക്കെ. അതിന് ഇങ്ങനത്തെ ഒരു കഴിവുണ്ട് കേട്ടോ ഇതിന്. ഇത് നമ്മുടെ വീട്ടിലേക്ക് വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴൊന്നും അറിയാൻ പറ്റില്ല സുനാമിയൊക്കെ. അതിന് കുറച്ച് മുമ്പ് അത് അലേർട്ട് തരും. തത്തയൊക്കെ തരുന്നത് അറിയോ? ഓ, സൗണ്ട് ഉണ്ടാക്കുമായിരിക്കും അല്ലേ? എമുനെ കണ്ടോ? എമു കൊത്തും, അതുകൊണ്ട് കൈ വയ്ക്കുന്നില്ല. എമു എടാ, എമു എണീടാ. മാളു എണീക്കാൻ പറ. മാളു അവന് എണീക്കണ്ടെന്ന് പറഞ്ഞു. ഇനി അത് എണീക്കത്തില്ല. അവരോടെല്ലാം ഇണങ്ങിയിട്ടുണ്ടല്ലോ. ചെമ്മരിയാട് അതിൻ്റെ ഇത് ഇവിടേക്ക് ഇങ്ങനെ തൊടുമ്പോൾ ഉണ്ടല്ലോ, നല്ല പഞ്ഞി പോലെ അതേ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇതിലിങ്ങനെ നമ്മൾ തൊടുമ്പോൾ. സാധാരണ പഞ്ഞി എടുത്ത് കളിക്കത്തില്ലേ, അതുപോലെ ഉണ്ട്. ഇതിലെന്ന് തന്നെയാണ് നമ്മൾ ഈ കമ്പിളിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫീൽ ഉണ്ടല്ലേ. എനിക്ക് പറ്റി നമ്മള് ഈ ഗ്ലാസ് ഒക്കെ നമ്മളൊരു പഞ്ഞിക്കകത്ത് ഇട്ട് തരത്തില്ലേ, ആ പഞ്ഞിയുടെ ഒരു സോഫ്റ്റ്നെസ്. പിന്നെ വേറൊരു തരം ആടുണ്ട്. ഇത് ഏത് തരം ആടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരാടാണ്. എടാ ആടേ നീ അവിടെ നിന്നോടാ ആടേ. പിന്നെ ഒരു കുഞ്ഞാടുണ്ട് ഇവിടെ. കുഞ്ഞാടല്ല, ചെറിയ ആട്. ഇതിന് താടിയാണ് ഹൈലൈറ്റ്. ആണാണ് കുഞ്ഞാട്. ഇവനെ കണ്ടു കഴിഞ്ഞാൽ പെണ്ണിനെ പോലെ തോന്നും. ആണോ? പിന്നെ ഇവിടെ കുറേ കുതിരയുണ്ട്. ഉണ്ടോ കുതിര ഉണ്ടോ? അങ്ങോട്ടൊന്നും പോകാൻ സമ്മതിക്കത്തില്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മൾ ഇടിച്ചിടുമായിരിക്കും. കുതിരയൊക്കെ ഉണ്ടോ? ഹായ് കുതിര, ഹായ് 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 ഹായ്. ഓ, ഹോങ്കോങ്ങിൽ നിന്ന് വന്നതല്ല, അതിൻ്റെ പേരാണ് ഹോങ്കോങ് കാള. ആന്ധ്രയാണ്. ആന്ധ്ര, കർണാടക. പാട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡാൻസ് ഒക്കെ കളിക്കും. അങ്ങനത്തെ കുതിരയാണ്. ഇതേ മാളുവിൻ്റെ പാട്ടുകൊണ്ട് കളിക്കുമോ നോക്കാം. പാടിക്കോ? പാടിക്കോ? ചാഞ്ചക്കം ചക്കം ചാഞ്ചക്കം ചക്കം ചാഞ്ചക്കം ചക്കം കിലുകിൽ പമ്പരം അരികിൽ. കടിക്കുന്നില്ല, എന്നെ കടിക്കുന്നുണ്ടത്. പാട്ട് ഇഷ്ടപ്പെട്ടില്ല. കളിക്കാത്തോണ്ടേ നിന്നെ നമ്മൾ കട്ടീസ് നമ്മൾ പോവാണ്. ഇതാണ് കട്ടീസ്. സോറി, കട്ടീസ്. നമ്മൾ കുഞ്ഞിലേക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വർഷമായി. അപ്പോൾ കട്ടീസ് നിന്നോട് നമ്മൾ കൂട്ടില്ല. എന്നാ നിന്ന് കാര്യം പറഞ്ഞോ, ഞാൻ പോവാണേ. അതിൻ്റെ ഇടയ്ക്ക് ഇത് പിന്നി കെട്ടാനൊക്കെ തുടങ്ങി. ഇത് കടിക്കില്ല. ഇഷ്ടപ്പെട്ട
എന്തുവാ മാഡം അത് സിംബ. എടുക്കുന്നോ? അതൊരു എല്ലാവരും പൊക്കോണ്ടില്ല, എല്ലായിടത്തും അല്ല, ഇവിടെ ഇങ്ങനെ ഒരു പുള്ളിയുടെ അടുത്ത് പൊക്കോണ്ടില്ല. എൻ്റെ കണ്ടതിന് ശേഷം അടുക്കുന്നില്ല, അത് എല്ലാവരും കൂടെ ഇങ്ങനെ എടുക്കാൻ നമുക്ക്. എല്ലാവരും നോക്കുന്നുണ്ട് കേസ്, അതിന് എങ്ങനെയെങ്കിലും കൈക്കലാക്കും, പക്ഷെ അത് ആർക്കും എടുക്കുന്നില്ല. കിട്ടി. സിംബ 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 പോയി. അത് ക്യാമറയ്ക്ക് അടിക്കാൻ വന്നിട്ട് അതൊരു പോക്ക് പോയി. കയ്യിൽ വരും, പക്ഷെ ഒരു കടി തന്നിട്ട് പരത്തുള്ളൂ. അങ്ങനെ ഇവിടെ വന്നിട്ട് മാള് പിന്നെയും ഒരു ഇതിനെ എടുത്തിരിക്കുകയാണ്. ഒരു കയ്യിൽ ഒരെണ്ണം കൂടെ എടുത്ത് നമുക്ക് വെച്ചാലോ? കിളിക്കാരി ആയല്ലോ. തലയിലും കൂടെ ഒരെണ്ണം എടുത്ത് വെച്ചാൽ മാള് നിൽക്കുന്നുണ്ടോ? ഇങ്ങനെ ഇങ്ങനെ ഒരു സ്റ്റാച്ചു ആയിട്ട് നിൽക്കും, അനങ്ങുന്നില്ല. ബാഗിനെ കൊത്തി കടിച്ചോണ്ടിരിക്കുക. അതിന് ഇഷ്ടപ്പെട്ടില്ല. ഇത് സംസാരിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ മൂവി അല്ലാതെ ഒറ്റയ്ക്കൊക്കെ ഇവിടെ പോയതിനു ശേഷം ഇവിടെ ഒറ്റയ്ക്ക് ഭയങ്കര മിണ്ടോ മിണ്ടോ ഹത്തു മിണ്ടോ. അതിന് നിന്റെ ബാഗ് മതി. എല്ലാത്തിനും എൻ്റെ ബാഗ് മതി. ഇത് എന്നെ വന്നിട്ടൊന്നും കൊത്തുന്നൊന്നുമില്ല, ഇതിന് എൻ്റെ മാല മതി. അതാണ് അവസ്ഥ. ഹായ് ഹായ് ഹലോ ഹായ് ഹലോ സംസാരിക്കുന്നു കേട്ടോ ലക്കി എന്നൊക്കെ. സംസാരിച്ചില്ലേ? ഹലോ എന്ന് പറഞ്ഞു. ആളും ഇതൊന്നും അറിയുന്നില്ല, ഇത് കടിച്ചൊക്കെ കഴിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ കൊത്തി അത് നിന്ന് ഡാൻസ് കളിക്കുന്നു ഇവിടെ നിന്ന്. ഇവിടെ നിന്ന് ഭയങ്കര ഡാൻസ് കളി. ഇവിടെ കുറെ ഫിഷ് ഉണ്ട്, ഗോൾഡ് ഫിഷ്, കോഴിക്കാർക്ക് എല്ലാം ഉണ്ട്. എടാ നല്ല രസമുണ്ടല്ലേ മോളത്. അയ്യോ ക്യാമറയുടെ നല്ല കളർ. എല്ലാം ഇങ്ങനെ വരുന്നുണ്ട്, കഴിക്കാൻ വേണ്ടി അടിയാ. ചെവിയിലൊക്കെ കടിക്കുന്നുണ്ട്. അയ്യോ എൻ്റെ ഇത് അവിടെ അല്ലടോ, ഇവിടെ 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 ഇനി പാടാ. മിണ്ടാതിരുന്ന് എന്റെ തലയിൽ വന്നു. ഇനി ഒന്നിനെ എടുക്കണ്ടാന്ന് വെച്ചിരിക്കായിരുന്നു. വേണ്ട മാറ്റിക്കോ. ഇങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ഈ കുച്ചിപ്പൊടിയിൽ തലയിൽ ഇത് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് എൻ്റെ മാല ഇങ്ങനെ ഇങ്ങനെ പയ്യെ 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 തത്തപ്പേ വിടടാ, വിടടാ, പോടാ
പോടാ, അതിനെന്നെ മാല മതി, അതിന് ഫീഡ് വേണ്ട. ഇതായിട്ടോ ഈ പറക്കുന്ന അണ്ണാനില്ലേ, ഷുഗർ ഗ്ലൈഡ് അല്ലേ? ഷുഗർ ഗ്ലൈഡർ. തുറന്നുവിട്ടാ പറക്കും. അങ്ങനെയല്ല, നമ്മൾ ജസ്റ്റ് അവർ എറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലാൻഡിങ് കറക്റ്റ് ആയിട്ട് കയ്യിൽ വരും. കറക്റ്റ് തന്നെ മറ്റേ വവ്വാലിന്റെ ചിറകിൽ അതുപോലെ. നമുക്ക് ഈ കാശ്മീരിലേക്കുള്ള മുയലാവുന്നത്. വീട്ടിൽ കൊണ്ടുപോയാലോ? ആ, ഇവര് പിടിച്ച് കെട്ടും. അയ്യോ, എനിക്കിതിനെ വീട്ടിൽ കൊണ്ടുപോകണം. നല്ല രസമല്ലേ നാളെ ഇരിക്കുന്നതാണ്? എനിക്ക് വിടാനേ തോന്നുന്നില്ല. നല്ല രസമുണ്ട്. ഇവിടെ ഓരോരുത്തന്മാര് വന്ന് എന്റെ തലയിൽ കയറുന്നു, എന്റെ മാല കക്കുന്നു. ഇതൊന്ന് മാറ്റോ? അവളുടെ ബാഗ് മതി. നല്ല രസമാട്ടോ ഇതൊക്കെ. അത് കളിക്കുക. പിന്നെ ഇവിടെ ഒട്ടകമുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് ഒട്ടകമുണ്ട് കേട്ടോ, ഒട്ടകം. ഞാനിപ്പോ തുറക്കുന്നില്ല, എന്താണോ. പിന്നെ ഇവിടെ ഉണ്ട്, എന്തുണ്ട് മാളു? ഓസ്ട്രിച്ച് ഉണ്ടല്ലേ? ഓസ്ട്രിച്ചിനെ കണ്ടോ? ഇത് നല്ല കൊത്ത ആൾക്കാർ, അതുകൊണ്ട് ഇതിനെ തുറന്നു വിടുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ മുമ്പ് ഇത് ഇവിടെ ഇങ്ങനെ തുറന്നു വിട്ടിരുന്നു മാളു, ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. പക്ഷെ ഇത് അയ്യോ, ദേ വരുന്നു. അതാണ് പറയുന്ന പോലെ എൻ്റെ കഴുത്ത് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചുറ്റിക്കണ്ട് ചായയും മീറ്ററും കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് കണ്ടു. ഇഷ്ടമായോ ജോമനെ? നൈസായിട്ടുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് ഹാപ്പി, അടിപൊളിയായിട്ടുണ്ട്. ബേർഡ്സിനെ ഒന്നും ഇതുവരെ എടുത്തിട്ടേ ഇല്ല, പക്ഷെ എടുത്തപ്പോൾ തന്നെ കൊത്തും കിട്ടിയായിരുന്നു. മാളും അതോ അതിനുശേഷം പിന്നെ എടുക്കാനും നിന്നിട്ടില്ല. അവിടെ നമ്മൾ വീഡിയോയിലേ ഫുള്ളിങ്ങനെ വരുന്നതൊക്കെ ഉണ്ടായിരുന്നു. മാളു വന്ന് മൊത്തത്തിൽ മരിച്ചങ്ങനെ. പിന്നെ ഒരു അറപ്പാ കേസ്, അത് വന്നിരിക്കുമ്പോൾ കൊത്തു ചായയും കൂടെ കുടിച്ചിട്ട് വീട്ടിലോട്ട് പോകാൻ പോകട്ടോ. പിന്നെ ഇത് ഇവിടെ വെള്ളയാണിയല്ലോ, പള്ളിച്ചിലുള്ള ഫാമാണ്. ഇവിടെ സെയില്, എല്ലാത്തിൻ്റെയും സെയിലൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ അവൈലബിലിറ്റി ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതേ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക, ഇത് കാണുക, ഇതൊക്കെ ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക. അടിപൊളി ഒരു ഈവനിങ് ആയിരിക്കും. അപ്പോൾ അതങ്ങനെ ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ.